ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു നെയ്ച്ചോറാണ്. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു രീതി ഇവിടെ കാണിച്ചു തരാം. നല്ല തമ്മിലൊട്ടിപ്പിടിക്കാത്ത നല്ല അടിപൊളി നെയ്ച്ചോറ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കലെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 6 kg ആണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചാലും മതി, പക്ഷേ വെളിച്ചെണ്ണ ആയിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഗരം മസാലകൾ ഇട്ട് കൊടുക്കാം. അതായത് ഒരു ചെറിയ പീസ് ബേ ലീഫ്, പിന്നെ ഒരു 5-6 കുരുമുളക്, പിന്നെ ഒരു ചെറിയ പീസ് പട്ട, 2 ഏലക്കായ, ഒരു 3-4 ഗ്രാമ്പു. നമുക്കതൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു ഉള്ളിയുടെ പകുതിയാണ് നൈസായിട്ട് കട്ട് ചെയ്തത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത വളരെ ഫൈനായിട്ട് അരിഞ്ഞു വെച്ച ക്യാരറ്റും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഓപ്ഷണലാണ്. കറിവേപ്പില ഇട്ട് കൊടുത്താൽ ഒരു നല്ലൊരു സ്മെല്ലാണ്, അതുപോലെ തന്നെ ക്യാരറ്റ് കാണാനൊരു ഭംഗിയും. അപ്പോൾ ഇത് ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഉള്ളിയുടെ കളർ ഏകദേശം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 4.5 കപ്പ് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അതാണ് കണക്ക്. ഞാനിവിടെ പാകത്തിന് ഉപ്പിട്ട വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിനി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ആദ്യം തന്നെ നല്ല വൃത്തിയായി കഴുകി ഒരു അരമണിക്കൂർ കുതിരാൻ വെക്കണം. അപ്പോൾ നല്ല നെയ്ച്ചോറായിരിക്കും. ഞാനങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇത് 3 കപ്പ് ജീരകശാല റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് ആയാലും ഉപയോഗിക്കാം, പക്ഷേ നെയ്ച്ചോറൊക്കെ വെച്ചാൽ ഏറ്റവും ടേസ്റ്റ് ഈ ജീരകശാല റൈസാണ്. അപ്പോൾ 5 കപ്പ് അരിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ടോട്ടൽ വെള്ളം 1/2 കപ്പ് ഞാൻ കുറച്ചിട്ടാണ് വെക്കാറ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് കുറച്ചും കൂടി നല്ല നെയ്ച്ചോറായി കിട്ടൽ. അപ്പോൾ ഇനി ഇത് അരിയിട്ടതിന് ശേഷം തിളച്ചാൽ ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതൊരു പകുതി വേവായതിന് ശേഷം ഒന്ന് തുറന്ന് ഇതെല്ലായിടത്തും ഒന്ന് മിക്സായി കൊടുക്കാം. അതിലുള്ള ഗീയും ബാക്കി എല്ലാ ഐറ്റംസും കൂടി ഒന്ന് മിക്സ് ആവാനാണ്. സാധാരണ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്, എല്ലാവരും പല വിധത്തിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളി നെയ്ച്ചോറായിരിക്കും. അപ്പോൾ അതൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വളരെ ചെറിയ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്യാം. ഏറ്റവും ചെറിയ ഫ്ലെയിമിലാണ് എനിക്ക് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല അടിക്കൊന്നും പിടിക്കാതെ നല്ല അടിപൊളി നെയ്ച്ചോറായി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ അരിയുടെ ഇതനുസരിച്ച് അതിൻ്റെ വേവും വ്യത്യാസമായിരിക്കും. അപ്പോൾ അതൊന്ന് കുക്കാവുന്നവരെ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നെയ്ച്ചോറായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ ഒന്ന് ഇതുപോലെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.